കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം. കോട്ടൂർ സ്വദേശിയായ 9 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അനഘ വിവരങ്ങൾ നൽകും. അനഘ, അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. 9 വയസ്സുകാരൻ എങ്ങനെയാണ് രോഗം ബാധിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? വിവരങ്ങൾ. ഇന്നലെയാണ് ഈ കോട്ടൂർ സ്വദേശിയായിട്ടുള്ള 9 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് ആരോഗ്യനില കുറച്ച് വഷളായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ 9 വയസ്സുകാരനെ പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ ഭേദം ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി ഈ മലിനജലത്തിലടക്കം കുളിച്ചിരുന്നു, അല്ലെങ്കിൽ വെള്ളം കെട്ടിനിന്ന പ്രദേശത്ത് വെള്ളം കെട്ടിനിന്ന തോട് പോലെയുള്ള ഒരു ഭാഗത്ത് കുളിച്ചിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിരവധി ആളുകൾക്ക് നിർഭാഗ്യവശാൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് നിരന്തരം ജാഗ്രത തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഈ മലിനജലത്തിലടക്കം കുളിക്കരുത്. ഇത് വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഈ വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ കുളിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ കുളിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളിലടക്കം ക്ലോറിൻ ചെയ്യാത്ത ഈ സ്വിമ്മിംഗ് പൂളുകളിലടക്കം കുളിക്കരുത് എന്നതടക്കമുള്ള നിരന്തര ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നമുക്ക് നൽകുന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു 9 വയസ്സുകാരനും കൂടി ഇന്നലെ കോട്ടൂർ സ്വദേശിയായിട്ടുള്ള ഒരു 9 വയസ്സുകാരനും കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടിട്ടുണ്ട്. ശരി, അനഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ കുളത്തിലും അങ്ങനെയൊക്കെ കുളിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്.